വ്യാജ പീഡന പരാതികൾ ഒഴിവാക്കണമെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കണം. അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മൾ ഒരു ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു പ്രാദേശിക ലേഖനെ വിളിച്ച് അതിന് പിന്നിൽ എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കും. അന്വേഷിച്ച ശേഷമാണ് നമ്മളൊരു വാർത്ത ചെയ്യുന്നത്. പ്രാദേശിക ലേഖനെ ഇപ്പോൾ നമ്മൾ പോലീസിൽ വിളിച്ചാൽ പോലും വളരെ കൃത്യമായി കിട്ടണമെന്നില്ല. പക്ഷേ ആ സ്ഥലത്തെ ലോക്കൽ റിപ്പോർട്ടർക്ക് ഏകദേശമൊക്കെ ഒരു ധാരണ ഇതിനെക്കുറിച്ച് ഉണ്ടാവും. അത് മനസ്സിലാക്കിയ ശേഷമാണ് നമ്മളൊരു വാർത്തയെ പരിഗണിക്കുന്നത്. അപ്പം എങ്ങനെ വാർത്തകളെ പരിഗണിക്കാവൂ, അല്ലാതെ വെറുതെ എടുത്ത് വിശ്വാസ്യത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വിശ്വാസ്യത മാത്രമല്ല, നമ്മളുടെ വിശ്വാസ്യത ഉണ്ടോ ഇല്ലയോ അതൊക്കെ പോട്ടെ, വിശ്വാസ്യത പോകണമെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ വിശ്വാസ്യത ഉണ്ടെങ്കിൽ നിൽക്കട്ടെ. പക്ഷേ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കുടുംബം തകർന്നു പോകും. ഒരു മനുഷ്യൻ്റെ ഇമേജ് അത് വളരെ പ്രധാനമാണല്ലോ. വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഇപ്പോൾ സ്വത്തോ ഇതൊന്നും ആയിരിക്കില്ല. ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ആ ഐഡൻറ്റിറ്റിയെ തകർക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ കൂടി കൂട്ടിയിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള കഥകൾ നമ്മൾ ചോദിച്ച ശേഷം ഈ വിഷയം എടുത്തത്. ഈ വാർത്ത വന്നപ്പോൾ, ഈ വാർത്ത ആദ്യം വരുമ്പോൾ മുതൽ നമ്മൾ പറഞ്ഞത് ഇത് അന്വേഷിച്ച ശേഷം മാത്രം ഈ വിഷയത്തെ എടുത്താൽ മതി എന്നുള്ളതായിരുന്നു നമ്മുടെ തീരുമാനം. അത് ഏകദേശമൊക്കെ ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പുതിയ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകൾ.